ഹലോ ഹായ്. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അതികായൻ, വിപ്ലവ സൂര്യൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആചാര്യൻ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ റിയൽ കമ്മ്യൂണിസത്തിൻ്റെ അവസാന കണ്ണി അദ്ദേഹമാണ് ഇന്നലെ വിടവാങ്ങിയത്. സഖാവ് VS അച്യുതാനന്ദൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ 1000 വിപ്ലവ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് പറയട്ടെ. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെ വെട്ടിനിരത്തുകയായിരുന്നു പിണറായി വിജയൻ എന്ന കരുത്തുറ്റ കമ്മ്യൂണിസത്തിൻ്റെ ഇപ്പോഴത്തെ കരുത്തുറ്റ നേതാവ്. അദ്ദേഹത്തെ വെട്ടിനിരുത്തി ഒരു മൂലയിലിരുത്തി എന്ന് മാത്രമേ പറയാൻ പറ്റൂ. പക്ഷേ അദ്ദേഹത്തിന് പല തവണയും പാർട്ടി ജയിക്കുമ്പോൾ അദ്ദേഹം പരാജയപ്പെടും, അല്ലെങ്കിൽ അദ്ദേഹം ജയിക്കുമ്പോൾ പാർട്ടി തോക്കും എന്നുള്ളൊരു അവസ്ഥയിൽ 14 വർഷം അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു. പക്ഷേ 80 വയസ്സിന് ശേഷമാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയാവാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രി ആയതിനു ശേഷവും അദ്ദേഹം ഒരുപാട് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അദ്ദേഹം ഒരുപാട് സമരങ്ങളും പോരാട്ടങ്ങളും നടത്തി. ഇടമലയാർ കേസിൽ ബാലകൃഷ്ണ പിള്ളയെ ജയിലിലാക്കാൻ കഴിഞ്ഞു. അതുപോലെ തന്നെ അദ്ദേഹത്തിന് പ്രധാനപ്പെട്ട ഒരു ആഗ്രഹമായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വാശിയായിരുന്നു ലാവ്ലിൻ കേസിൽ സഖാവ് പിണറായി വിജയനെ ജയിലിലടക്കുക എന്നുള്ളത്. പക്ഷെ അദ്ദേഹത്തിന് അത് സാധിക്കാതെ പോയ ഇപ്പോഴും സുപ്രീം കോടതിയുടെ കേസ് ഇങ്ങനെ നീണ്ടു വർഷങ്ങളായിട്ട് നീണ്ടു കിടക്കുന്ന ഒരു കേസാണ് ലാവ്ലിൻ കേസ്. അപ്പോൾ ആ ഒരു പിണറായി വിജയൻ എന്നുള്ള കരുത്തുറ്റ നേതാവിൻ്റെ ഇൻഫ്ലുവൻസിൽ, സ്വാധീനത്തിൽ ഒരിക്കലും ആ കേസ് ഒന്നുമാവാതെ അദ്ദേഹത്തിന് ഈ ഭൂമിയിൽ നിന്ന് തന്നെ വിടവാങ്ങേണ്ടി വന്നു സഖാവ് VS അച്യുതാനന്ദന്. അത് അദ്ദേഹത്തിൻ്റെ ഒരു പരാജയമായിട്ട് എനിക്ക് തോന്നുന്നത് അത് മാത്രമാണ്. കാരണം അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അഴിമതിക്കാരെ അകത്താക്കണം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു വാശിയായിരുന്നു. അദ്ദേഹത്തിന് ഒരു വെല്ലുവിളി പോലെയാണ് സ്വീകരിച്ചത്. പക്ഷേ അത് സാധിക്കാതെ പോയി. സ്വന്തം പാർട്ടിക്കകത്തിലെ ഒരു തിരുത്തൽവാദിയായിട്ടാണ് അദ്ദേഹം പ്രവർത്തിച്ചത്. അദ്ദേഹത്തിനോട് അതിയായ വിരോധമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മകളായിരുന്നു. എൻ്റെ വീട്ടിൽ എല്ലാ പാർട്ടിക്കാരും ഉണ്ട്. അപ്പോൾ ഒരു പാർട്ടി ചർച്ച നമ്മുടെ വീട്ടിൽ ഉരുത്തിരിഞ്ഞ് വരാറുണ്ട്. അപ്പം ഞാനൊക്കെ കുഞ്ഞുനാളിൽ ഇത് കേൾക്കുന്നതാണ്. കാരണം പല രീതികൾ കൊണ്ടും പിന്നെ സഖാവ് VS അച്യുതാനന്ദനെ വെട്ടിനിരത്താൻ ഈ പാർട്ടിയിലെ പല ആൾക്കാരും ശ്രമിച്ചു. അതിൻ്റെ മുൻപത്തിലാണ് സഖാവ് പിണറായി വിജയൻ. അതിന് ഉപരിയായിട്ടാണ് DP ചന്ദ്രശേഖരൻ, ബഹുമാനപ്പെട്ട DP ചന്ദ്രശേഖരനെ 51 വെട്ടി പീസാക്കി കൊന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും അത് തന്നെയാണ്. അതൊരു അച്യുതാനന്ദൻ സഖാവിനുള്ള അദ്ദേഹത്തിനുള്ളൊരു വാണിംഗ് ആയിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ കൊല്ലാൻ നമുക്കൊരു വെട്ടോ 2 വെട്ടോ കുത്തോ കൊടുത്താൽ മതി, മരിക്കും. പക്ഷെ 51 വെട്ടിയിട്ടാണ് കൊന്നിരിക്കുന്നത്. അപ്പോൾ ആ തിരുത്തൽവാദി രാഷ്ട്രീയക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിനെ ഒരു മൂലയിരുത്തുക, വെട്ടിനിരുത്തുക എന്നുള്ളതായിരുന്നു പ്രധാനപ്പെട്ട കാര്യം. അതെല്ലാം സഖാവ് VS അച്യുതാനന്ദന് മനസ്സിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ അഴിമതി, കോടിക്കണക്കിന് രൂപയുടെ അഴിമതി ചെയ്ത പിണറായി വിജയൻ സഖാവിനെ അകത്താക്കണം, ജയിലിലാക്കണം എന്നുള്ള ഒരു ആഗ്രഹം അദ്ദേഹത്തിന് സ്വതവേ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് വേണ്ടി വലിയ കൊടികുത്തിയ വക്കീലന്മാർ ഫീസ് പോലും വാങ്ങിക്കാതെയാണ് അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിച്ചത്. പക്ഷേ അത് അദ്ദേഹത്തിന് സാധിക്കാതെ പോയി. കാരണം അദ്ദേഹത്തിന് ഏജ് കൂടുതലായിപ്പോയി. അദ്ദേഹം വളരെ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു അധികാരത്തിന്റെ സ്ഥാനത്തേക്ക് വരാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. കഴിഞ്ഞ പ്രാവശ്യം തന്നെ സീറ്റ് അദ്ദേഹത്തിനെ മുൻനിർത്തിയാണ് സഖാവ് പിണറായി വിജയൻ